എല്ലാ കുട്ടികൾക്കും നമ്മുടെ മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വാട്ട് ഇഫ് സിനാരിയോ ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ വൈറ്റ് ബീഡ് നമ്മുടെ മെറീൻ ഫോർട്ട് സർവൈവ് ചെയ്തിട്ട് എന്തായിരിക്കും വൈറ്റ് ബീഡിന് സംഭവിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സ്റ്റോറി ലൈനിൽ എന്തൊക്കെ മാറ്റമായിരിക്കും വരാൻ പോകുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തിരുന്ന ബെല്ലൈക്കൻ ഒന്ന് കൂടി എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്ക്. എന്നാൽ മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുള്ളൂ. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകും. നമ്മുടെ ഈ വാട്ട് ഇഫ് സിനാരിയോയിൽ നമ്മുടെ വൈറ്റ് ബീഡ് സർവൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ക്രൂ അവിടെ എത്തുന്നതിന് മുമ്പ് നമ്മുടെ ഷാങ്ക്സിൻ്റെ ക്രൂ അവിടെ എത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് വാറ് നമ്മുടെ വൈറ്റ് ബീഡിന് അത്ര ഇഞ്ചുറി പറ്റുന്നതിന് മുമ്പ് അവസാനിച്ചിട്ടുണ്ടാകും. അങ്ങനെയാണ് നമ്മുടെ വൈറ്റ് ബീഡ് ഈ വാറ് സർവൈവ് ചെയ്യുന്നത്. എന്നാൽ ഇതിനുശേഷം ഉണ്ടാകാൻ പോകുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പക്ഷേങ്കിൽ ഇതിലും നമ്മുടെ ഏസ് മരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഈ ടൈമിൽ നമ്മുടെ നമ്മുടെ ലൂഫിനെ മെറീൻ ഫോർട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് പകരം നമ്മുടെ വൈറ്റ് ബീഡ് തൻ്റെ ഷിപ്പിൽ ലൂഫിനെ കൊണ്ടുപോകുമായിരിക്കും ചെയ്യുക. എന്നുവെച്ചാൽ ലൂഫിക്ക് വേണ്ട ട്രെയിനിങ് ഒക്കെ നമ്മുടെ വൈറ്റ് ബീഡ് പെട്ടെന്ന് തന്നെ കൊടുക്കുന്നതായിരിക്കും. വൈറ്റ് ബീഡിനെ കൊണ്ട് പറ്റുന്നത്ര ലൂഫിനെ സ്ട്രോങ് ആക്കി മാറ്റാൻ നമ്മുടെ വൈറ്റ് ബീഡ് ശ്രമിക്കും. കാരണം നമ്മുടെ വൈറ്റ് ബീഡ് മെറീൻ ഫോർഡ് ആർക്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാകും ലൂഫിയുടെ പൊട്ടൻഷ്യലി. അതുകൊണ്ട് തന്നെ നമ്മുടെ വൈറ്റ് ബീഡ് നമ്മുടെ ലൂഫിക്ക് തന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. സ്റ്റോറിയിൽ ഉണ്ടാകാൻ പോകുന്ന മേജറായിട്ടുള്ള മാറ്റം എന്ന് വെച്ചാൽ, നമ്മുടെ ബ്ലാക്ക് ബീഡിന് ഒരിക്കലും നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ ഫ്രൂട്ട് കിട്ടില്ല. കാരണം നമ്മുടെ വൈറ്റ് ബീഡ് മരിച്ചപ്പോഴാണ് നമ്മുടെ ബ്ലാക്ക് ബീഡ് നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ ഫ്രൂട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് ബീഡിന് വൈറ്റ് ബീഡിൻ്റെ ഫ്രൂട്ട് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ബീഡ് ഇപ്പോഴുള്ളതിനെക്കാട്ടും ഒരുപാട് വീക്കായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ ബ്ലാക്ക് ബീഡ് 4 എംപറേഴ്സിൽ ഒരാൾ പോലും ആയിരിക്കില്ല. പിന്നെ വൈറ്റ് ബീഡ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കായ്ഡോയിൽ നിന്നും അതുപോലെ തന്നെ ബിഗ് മാമിൽ നിന്നും ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വൈറ്റ് ബീഡ് സിക്കാണെന്ന് ആകെ അറിയാവുന്നത് നമ്മുടെ ഷാങ്ക്സിന് മാത്രമായിരിക്കും. നമുക്കറിയാം ഷാങ്ക്സ് അത് ഉപയോഗിച്ച് നമ്മുടെ വൈറ്റ് ബീഡിനെ അറ്റാക്ക് അല്ലെങ്കിൽ വൈറ്റ് ബീഡിനെ കില്ല് ചെയ്യാനോ അങ്ങനത്തെ ഒന്നും ശ്രമിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതറിയുന്ന ബിഗ് മാമും കായ്ഡോവും എന്തായാലും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. ഇത് അറിയുന്ന ഉടൻ തന്നെ അവർ രണ്ടുപേരും കൂടെ നമ്മുടെ വൈറ്റ് ബീഡിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വരുന്നതായിരിക്കും. ഈ ടൈമിൽ നമ്മുടെ വൈറ്റ് ബീഡ് വളരെ ഏജ് ആയിട്ടുണ്ടാകും. നമ്മുടെ മെറീൻ ഫോർഡ് ആർക്കിലുള്ളതിനേക്കാളും കൂടുതൽ ഏജ് ആയിട്ടുണ്ടാകും. കാരണം 2 വർഷം നമ്മുടെ വൈറ്റ് ബീഡ് നമ്മുടെ ലൂഫിക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ വൈറ്റ് ബീഡിന് നമ്മുടെ മെറീൻ ഫോർഡിൽ എങ്ങനെയാണ് നമ്മൾ വൈറ്റ് ബീഡിനെ കണ്ടത്, അതിലും കൂടുതൽ ഏജ് ആയിട്ടുണ്ടാകും ഈ 2 വർഷം കഴിയുമ്പോൾ. ആ ടൈമിലായിരിക്കും നമ്മുടെ കായ്ഡോയും അതുപോലെ തന്നെ ബിഗ് മാമും നമ്മുടെ വൈറ്റ് ബീഡിനെതിരെ വരുന്നത്. ഈ ടൈമിൽ ഇവർക്കിടയിൽ നടക്കുന്ന ഫൈറ്റിൽ നമ്മുടെ വൈറ്റ് ബീഡ് എന്തായാലും മരണപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വൈറ്റ് ബീഡ് ഈ ക്യാൻസർ കാരണം ഏകദേശം മരിക്കാനായിട്ടുണ്ട്. പിന്നെ ഓൾഡ് ഏജുമാണ്. നമുക്കറിയാം കായ്ഡോയും ബിഗ് മാമും വളരെ സ്ട്രോങ് ആണ്. ഇവർ രണ്ടുപേർക്കും വിചാരിച്ചാൽ നമ്മുടെ ബ്ലാക്ക് ബീഡിനെ ഈസി ആയിട്ട് കൊല്ലാൻ പറ്റും ആ ടൈമിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ വൈറ്റ് ബീഡ് മെറീൻ ഫോർഡ് ആർക്ക് സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിലും അധിക കാലമൊന്നും ജീവിച്ചിരിക്കാൻ പോകുന്നില്ലായിരുന്നു. എന്തായാലും ഒരു ടൈമിൽ വരുമ്പോൾ നമ്മുടെ വൈറ്റ് ബീഡ് മരിക്കുന്നതായിരിക്കും. എന്നാൽ ഈ മരണത്തോടു കൂടി ഒരുപക്ഷെ നമ്മുടെ ബിഗ് മാമിനെതിരെയും അതുപോലെ തന്നെ നമ്മുടെ കായ്ഡോനെതിരെയും നമ്മുടെ ലൂഫി ഫൈറ്റ് ചെയ്യാൻ പോകുന്നതായിരിക്കും. കാരണം നമുക്കറിയാം, നമ്മുടെ ലൂഫി തനിക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഇത് മരിച്ചാൽ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. നമ്മുടെ ലൂഫിനെ വൈറ്റ് ബീഡ് ആണെങ്കിൽ ട്രെയിൻ ചെയ്ത് വളരെ പവർഫുൾ ആക്കിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൂഫി കായ്ഡോനെതിരെയും ബിഗ് മാമിനെതിരെയും ഫൈറ്റ് ചെയ്യാൻ പോകും. ഒരുപക്ഷെ നമ്മുടെ ഈ വാനോ ആർക്കും അതുപോലെ തന്നെ ഈ ഓൾക്കേക്കൻ ഐലൻഡ് ആർക്കും ഉണ്ടാകില്ല. അതിന് പകരം ഏതെങ്കിലും ഒരു ആർക്കായിരിക്കും ഉണ്ടാകുക. നമ്മുടെ വാനോ ആർക്കിൽ എങ്ങനെയായിരുന്നു ബിഗ് മാമും കായ്ഡോ ഒരുമിച്ച് വന്നത്, അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും ഉണ്ടാകുക. അതുപോലെ തന്നെ നമ്മുടെ ലൂഫിയും അതുപോലെ തന്നെ ലൂഫിൻ്റെ മറ്റേ അലൈസും കൂടി ചേർന്ന് നമ്മുടെ കായ്ഡോനെതിരെ അതുപോലെ തന്നെ നമ്മുടെ ബിഗ് മാമിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ ബിഗ് മാമും കായ്ഡോയും കൂടെ നമ്മുടെ ബ്ലാക്ക് ബീഡിനെ ഡിഫീറ്റ് ചെയ്ത സമയത്തായിരിക്കും നമ്മുടെ ബ്ലാക്ക് ബീഡ് നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ ഫ്രൂട്ട് എടുക്കാൻ വരിക. അതോടുകൂടി നമ്മുടെ ബ്ലാക്ക് ബീഡ് വളരെ പവർഫുൾ ആകുന്നതായിരിക്കും. ഇതൊക്കെയായിരിക്കും നമ്മുടെ വൈറ്റ് ബീഡ് നമ്മുടെ മെറീൻ ഫോർട്ട് സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൊണ്ട് എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചിരിക്കുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുള്ളൂ. എന്നാൽ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.